പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആഹാരം എന്നൊരു പദാർത്ഥം രുചികരമായി തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു ഒരു വ്യവസ്ഥയാണ് മനുഷ്യനുള്ളത്. അപ്പോൾ അത് രുചികരമായി തന്നെ വേണമെങ്കിൽ അതിൽ ക്ഷമ, സഹനശക്തി, സ്നേഹം, വാത്സല്യം ഇതെല്ലാം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരാഹാരം പാചകം ചെയ്യുമ്പോൾ ക്ഷമയോടും സഹനശക്തിയോടും സ്നേഹത്തോടും കൂടി ചെയ്യുമ്പോൾ അത് രുചികരം തന്നെയാവും. ഇതൊന്ന് കണ്ടു നോക്കൂ. ഇത് സോയാബീൻസാണ്, അത് മെഴുക്ക് വരട്ടിയതാണ്. ഇതും പുട്ടും ഉണ്ടെങ്കിൽ നല്ല രുചികരമായ ഒരാഹാരം തന്നെയാണ് എന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഇതുണ്ടാക്കുന്ന കാര്യം ഞാൻ പറയാം. ആവശ്യമുള്ള സോയാബീൻസ് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കണം. കുതിർത്ത് രാവിലെ ആവുമ്പോൾ അതെല്ലാം നല്ലതുപോലെ വൃത്തിയായി കഴുകി പ്രഷർ കുക്കറിലിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വെക്കണം. അതായത് ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. സോയാബീൻസ് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളമൊഴിച്ച് അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ആദ്യം നല്ലൊരു വലിയ തീയിൽ ഒരു വിസിൽ കൊടുത്തതിന് ശേഷം പിന്നെ ചെറിയ തീയിലത് ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റായി നല്ല രുചികരമായി വെന്തിരിക്കും. വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പെന്ന് പറയുന്നത് ഒരു വലിയ സവാള ഉള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കുറച്ച് മല്ലിയില, പിന്നെ വറ്റൽമുളക്. ഇതെല്ലാം കൂടെ വറ്റൽമുളകും ഇഞ്ചി പേസ്റ്റും കറിവേപ്പിലയും എല്ലാം കൂടെ ആദ്യം മൂപ്പിച്ച് ഒന്ന് നല്ലതുപോലെ പൊടിച്ച് വെക്കണം. അതിനുശേഷം ഈ കപ്പ വലിയ ഉള്ളി എണ്ണയിലങ്ങനെ വഴറ്റി പച്ചമുളകും ചേർത്ത് വഴറ്റി വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും ഇട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിലേക്ക് ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി വേവിച്ച് വെച്ച സോയാബീൻസ് അതിലിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് ചൂടാവാൻ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിച്ച് നോക്കൂ. വളരെ രുചികരമായ സോയാബീൻസ് മെഴുക്ക് വരട്ടിയത് പുട്ടിന് വളരെ ഉത്തമമാണ്. ഒന്നുണ്ടാക്കി നോക്കൂ, കഴിച്ചു നോക്കൂ. സ്നേഹത്തോടെ വാത്സല്യത്തോടെ അത് വേണം എന്ന ഒരു ബോധത്തോടു കൂടി ചെയ്യുമ്പോഴാണ് എല്ലാം രുചികരമാകുന്നത്. എടുത്തടിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന വിചാരം മനസ്സിലുണ്ടാവരുത്. നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നല്ലതുപോലെ രുചികരമായി ക്ഷമയോടുകൂടി തന്നെ പാചകം ചെയ്യണം. നന്ദി, നമസ്കാരം.